അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക. ആനയുടെ ശ്വാസോച്ഛ്വാസം മസ്തകത്തിലെ മുറിവിലൂടെ. ആന മയക്കം പൂർണ്ണമായും വിട്ടെങ്കിലും ഇപ്പോഴും ക്ഷീണിതനാണ്. മസ്തകത്തിലെ പഴുപ്പ് തുമ്പിക്കൈയിലേക്കും പടർന്നു. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും 2 മാസത്തെ ചികിത്സ വേണ്ടിവരുമെന്നും വെറ്ററിനറി ഡോക്ടർ ബിനോയ് സി ബാബു പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, അതിരപ്പള്ളിയിൽ നിന്ന് കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച കാട്ടുകൊമ്പന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക തുടരുകയാണ്. 2 മാസത്തെ ചികിത്സയെങ്കിലും വേണ്ടിവരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, അണുബാധയുടെ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് വെറ്ററിനറി സംഘം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പരിക്ക് മൂലമുണ്ടായിട്ടുള്ള ആ പഴുപ്പ് അത് തുമ്പിക്കൈയിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ആശങ്കയായിട്ട് ഡോക്ടർമാരുടെ സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ മസ്തകത്തിലെ മുറിവിലൂടെയാണ് നിലവിൽ ഈ കാട്ടാന ശ്വാസം പുറത്തേക്ക് വിടുന്നത്. അതും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആന ക്ഷീണിതൻ തന്നെയാണ്. പൂർണ്ണമായിട്ടും മയക്കത്തിൽ നിന്ന് മുക്തനായിരിക്കുകയും ചെയ്യുന്നുണ്ട്. 2 മാസം പൂർണ്ണമായിട്ടും ചികിത്സിക്കണം എന്നുള്ളതാണ് നിലവിൽ വിദഗ്ധ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പഴുപ്പ് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ് അണുബാധയ്ക്ക് സാധ്യതയായിട്ട് ഇവർ പറയുന്നത്. ഈ കൂടുതലായിട്ട് അസ്വസ്ഥതകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മസ്തകത്തിലേക്ക് മണ്ണടക്കം വാരിയെറിയുന്ന ഒരു സാഹചര്യം. എന്തായാലും പൂർണ്ണമായിട്ടും മയക്കം വിട്ടൊരു സാഹചര്യത്തിൽ ചികിത്സ ആരംഭിക്കാമെന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് വെറ്ററിനറി സംഘം ഉള്ളത്. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക പാനൽ തയ്യാറാക്കി ഒരു പദ്ധതി രൂപീകരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളാണ് ഇനി പൂർത്തീകരിക്കുവാനായിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഡോക്ടർമാരടങ്ങുന്ന വെറ്ററിനറി സംഘം ആനയ്ക്കൊപ്പമുണ്ട്. കൃത്യമായിട്ട് അവർ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മുറിവ് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കൂടി ഇനി നടത്തേണ്ടതുണ്ട്. ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് മസ്തകത്തിലെ മുറിവിലൂടെ ആണ് എന്നുള്ളതും വളരെ ഒരു ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. എന്തായാലും വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് വെറ്ററിനറി സർജൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഈ ചികിത്സ കൂടുതൽ ഫലവത്താക്കിക്കൊണ്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വിദഗ്ധ സംഘമുള്ളത്. അത് മാത്രമല്ല, നിലവിൽ തീറ്റ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള മറ്റൊരു കാര്യം. ഭക്ഷണം എടുക്കുന്നതിൽ ഒന്നും തന്നെ ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നില്ല. പക്ഷെ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഈ പരിക്ക് തുമ്പിക്കൈയിലേക്ക് അല്ലെങ്കിൽ ആ പഴുപ്പ് തുമ്പിക്കൈയിലേക്ക് വ്യാപിച്ചത് കൊണ്ടാണ് വെള്ളം തുമ്പിക്കൈ കൊണ്ടെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ആന നേരിടുന്നത്. പക്ഷെ ഭക്ഷണം മറ്റ് തീറ്റയൊക്കെ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് നിലവിൽ ഇല്ല. തീറ്റ എടുത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. 30% മാത്രമാണ് സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിലേക്ക് ആന കടക്കാനുള്ള സാധ്യത എന്നാണ് വിദഗ്ധ സംഘം അല്ലെങ്കിൽ വെറ്ററിനറി സംഘം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു പാനൽ തയ്യാറാക്കി, വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്നവരുടെ പാനൽ തയ്യാറാക്കി ഏത് വിധത്തിൽ എപ്രകാരം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം ഇതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അരുൺ സക്രിയ അടങ്ങിയിട്ടുള്ള സംഘം അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ട് ആനയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അണുബാധയുടെ സാധ്യതയാണ് വലിയൊരു ആശങ്കയായിട്ട് ഡോക്ടർമാരുടെ സംഘം വ്യക്തമാക്കുന്നത്. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.